get ready with me is what this video is. നമ്മൾ ചെന്നൈയിലാണ് സുലു ആൻറ്റിയുടെ മോൻ്റെ എൻഗേജ്മെൻറ്റിന് വന്നതാണ്. സോ ഐ എം കൈൻഡ് ഓഫ് ഡ്രസ്സിങ് അപ്പ് കുറച്ച് കാര്യമായിട്ട്. I'm wearing a nice sari and I'm doing like a bit of makeup and everything. So I thought that's enough content to actually make a get ready with me. And actually എനിക്ക് ഒരുപാട് സമയമുണ്ട്. So come, let's eat some grapes and let's get ready. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പ് പിന്നെ ഇപ്പം ഒരു ലോങ് ഡേ ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ദ വൺ തിങ് ഐ ലവ് ടു ഡു ഇസ് ക്ലെൻസിങ് മൈ സ്കിൻ. ലാക്മേയുടെ ഈ ഗ്ലൈക്കോളിക് ഇല്യൂമിനേറ്റ് ഫേസ് വാഷ് ഈസ് സംതിങ് ഐ ലവ്. ഇതിൽ ഗ്ലൈക്കോളിക് ആസിഡ് ഉണ്ട്. അത് നമ്മുടെ സ്കിന്നിനെ നല്ല ജെൻറ്റിലായിട്ടാണ് എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നത്, ദയബൈ മേക്കിംഗ് ദ സ്കിൻ ടോൺ ഈവൻ. നമ്മുടെ സ്കിൻ ടെക്സ്ചർ നല്ല സ്മൂത്തായിട്ട് ഫീൽ ചെയ്യും. ഇത് ഓയിൽ, മേക്കപ്പ്, ഡസ്റ്റ് എല്ലാം റിമൂവ് ചെയ്യും വിതൗട്ട് സ്ക്രബിങ്. എപ്പോഴൊക്കെ ഞാൻ ഈ ഫേസ് വാഷ് വെച്ച് മുഖം കഴുകിയാലും ഐ ഫീൽ ലൈക്ക് ദർ സച്ച് എ നൈസ് ഇല്യൂമിനേറ്റിംഗ് ഷീൻ ഓൺ ദ ഫേസ്. മൈ ഫേസ് ഷൈനിങ് ലൈക്ക് എ ഡയമണ്ട് ഓർ വാട്ട്. അപ്പോൾ ക്ലെൻസിങ് കഴിഞ്ഞു, ഇനി ബാക്കി സ്കിൻ കെയറിലേക്ക് കിടക്കാം. ഓൾ റൈറ്റ്, അപ്പം ഞാൻ ആദ്യം ഒരു സീറം ഇടാൻ പോവാണ്. സോ ഇത് നൈറ്റ് ഫങ്ഷനാണ്, അപ്പോൾ എനിക്ക് സൺസ്ക്രീനിൻ്റെ ആവശ്യം ഇല്ല. ബട്ട് ദെൻ ഐ ഓഫ് കോഴ്സ് ലവ് ടു പുട്ട് എ ലോട്ട് ഓഫ് സീറം. സോ ഈ സീറം ഇടുമ്പം നിങ്ങൾക്ക് തന്നെ കാണാമല്ലോ ഒരു നല്ല തിളക്കം വരും മുഖത്ത്. സോ ബിക്കോസ് ഇറ്റ്സ് ക്വൈറ്റ് ബിറ്റ് ഓയിലി ഇൻ എ നൈസ് വേ. ആൻഡ് ദെൻ ഐ ടേക്ക് മൈ ഗുവാഷ. ആൻഡ് ഗുവാഷ വെച്ച് ചെയ്യുന്നതിന് നമ്മൾ എന്താ പറയുക, ഫേസ് മസാജ് ഓർ വട്ടെവർ സ്കൾപ്റ്റിംഗ് ടെക്നീക്സ് ആണ്. എനിക്ക് ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ആക്ച്വലി ഞാൻ ഈ ചൈനീസ് ടൂൾ ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല എഫക്റ്റ് ആയിരുന്നു. ലൈക്ക് എൻ്റെ ഫേസ് ആക്ച്വലി നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കഴിഞ്ഞൊരു 3 വർഷമായിട്ട് എന്താണ് ഞാൻ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഈ ജോ ലൈനൊക്കെ എനിക്ക് കുറച്ച് പ്രോമിനൻ്റ് ആയത് ആക്ച്വലി after I started using guasha. Sculpting നല്ലതാണ്, general like blood circulation of the face and everything. Okay, ഇനി മോയ്സ്ചറൈസർ ഒക്കെ എനിക്ക് ലാവിഷ് ആയിട്ട് ഇടാൻ ഇഷ്ടമാണ്. അപ്പോൾ സ്കിൻ കെയർ കഴിഞ്ഞു, ഇനി മേക്കപ്പ്. സോ ഇത് ഞാൻ ഇച്ചിരി കാര്യമായിട്ട് മേക്കപ്പ് ഇടുന്നുണ്ടെങ്കിലും ഞാൻ കൺസീലർ ഉപയോഗിക്കുന്നില്ല, കാരണം I'm lazy, so I'm just going to use a foundation. So this is just a liquid foundation. എനിക്ക് അത്യാവശ്യം കുറച്ച് കുരു ഫേസിലുണ്ട്. സോ ഞാൻ യൂഷ്വലി ഇങ്ങനെയാണ്, അണ്ടർ ഐ ചെയ്യാറുണ്ട്, പിന്നെ എന്തെങ്കിലും മാർക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ഇടാറുണ്ട്. ആൻഡ് ദെൻ എ വെറ്റ് ബ്യൂട്ടി ബ്ലെൻഡർ ആണെങ്കിലും മറ്റേ എന്താണ്, this is actually a sponge. Beauty blender or whatever it is that you use, wet ചെയ്ത് യൂസ് ചെയ്യുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഐ മീൻ നോട്ട് എ ബ്രഷ്. ഞാൻ ഫോർ സം റീസൺ ഫോർ കൺസീലർ ഓർ എനിത്തിങ് ഞാൻ ബ്രഷ് യൂസ് ചെയ്യാറില്ല. ഞാൻ ഒരുപാട് മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ അവർ ബ്രഷ് യൂസ് ചെയ്യാറുണ്ട്. ബട്ട് ദെൻ ഐ പ്രിഫർ യൂസിങ് എ വെറ്റ് ബ്യൂട്ടി ബ്ലെൻഡർ. കാരണം അതാകുമ്പോൾ അത് മേക്കപ്പിനെ ഒന്ന് കുറച്ച് ഡൈല്യൂട്ട് ചെയ്ത് ഒരു എന്താ പറയുക, ഒരു ട്രാൻസ്ലൂസൻറ്റ് നാച്ചുറൽ ലുക്ക് തരും. സോ അഹങ്കാരമല്ല, ബട്ട് സംടൈംസ് ഐ ഫീൽ ലൈക്ക് ദിസ് ഇസ് ഇനഫ്. സോ എനിക്ക് എവറി ടൈം ഐ ഡു മേക്കപ്പ്, ഓക്കെ, നമ്മൾ മേക്കപ്പ് ഇടുമ്പോൾ നമ്മുടെ കുറച്ച് ഫ്ലോസ് ഒക്കെ കൺസീൽ ചെയ്യും, ലൈക്ക് ഇപ്പം അണ്ടർ ഐസ് ഓർ ചെറിയ ചെറിയ കുരുവൊക്കെ. പക്ഷേ എന്നാലും നമ്മുടെ ബേസിക് ഒരു സ്കിൻ ടെക്സ്ചറും നമ്മുടെ ഫ്ലോസും എല്ലാം ആ മേക്കപ്പിലൂടെ വെൻ ഇറ്റ് ഇസ് സീൻ ത്രൂ ഇറ്റ് ഇസ് വെൻ ഐ ഫീൽ യു ലുക്ക് മോർ റിയൽ ആൻഡ് നാച്ചുറൽ ആൻഡ് നൈസ് റാദർ ദാൻ പെയിൻ്റ് അടിച്ച് മറ്റേ ഒരു വാക്സ് ഇതുപോലെ ഇരിക്കുന്ന പോലെ. സോ വിച്ച് ഇസ് വൈ ഐ ഓൾവേസ് ഡു മൈ ബേസ് വെരി ലൈറ്റ്. ഇനി ടു പുട്ട് ദ foundation in place, I am going to put this powder. ഞാൻ പണ്ടൊരിക്കൽ ഒരു മുറിയിൽ നിന്നിട്ട് ഞാൻ ഇങ്ങനെ തട്ടിയപ്പോൾ എൻ്റെ കൂടെ മുറിയിലിരുന്ന ആൾ നടന്ന് ഡോറിലേക്ക് പോയി. ഞാൻ ചോദിച്ചാൽ എവിടെ പോകാൻ, അവരുടെ ഡോറിലാരോ തട്ടിയെന്ന്. അപ്പോൾ ആക്ച്വലി ഡോറിലല്ല തട്ടിയത്, ഞാനിങ്ങനെ പറഞ്ഞ് എക്സസ് പൊടി തട്ടിക്കളഞ്ഞത്.
Yeah, it's funny. Eyebrow. So, കുറച്ച് നാൾ മുമ്പ് I had a pretty bad injury in my eyebrow. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നെ എപ്പോഴെങ്കിലും പറഞ്ഞുതരാം. സോ ബിക്കോസ് ഓഫ് വിച്ച് ഞാൻ എൻ്റെ ഐബ്രോയുടെ മേളിൽ ഇപ്പോൾ ഒരുപാട് ത്രെഡ് ചെയ്യാറില്ല. അതുകൊണ്ട് എൻ്റെ ഐബ്രോയ്ക്ക് നാച്ചുറലി തന്നെ അത്യാവശ്യം തിക്നെസ് ഉണ്ടതുകൊണ്ട് എനിക്ക് അധികം എൻ്റെ ഒരു ഐബ്രോ പെൻസിൽ തീർന്നു. അതുകൊണ്ട് പിന്നെ എൻ്റെ കഴിവൊന്നും ഇന്ന് എനിക്ക് പുറത്തെടുക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു. ഓക്കെ, ഐബ്രോ പെൻസിൽ തീർന്നു. ഞാനത് വീട്ടിൽ നിന്ന് ചെക്ക് ചെയ്തില്ല. അപ്പം ഐബ്രോ വരയ്ക്കുന്നില്ല. അപ്പം ഞാൻ ആ തുടങ്ങിയ കഥ അങ്ങ് മറന്നേക്കൂ. ഇനി ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോൾ ഐബ്രോ വരച്ചില്ലെങ്കിലും എനിക്ക് വലിയ കുഴപ്പമില്ല. ബിക്കോസ് മൈ ഐബ്രോ ഇസ് പ്രിറ്റി തിക്ക്. I'm going to put eyeshadow on. So ഇന്നത്തെ എൻ്റെ സാരി is a white saree and it's got some flowers in it. So I'm going to use these two shades. പണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ ഷെയ്ഡ് യൂസ് ചെയ്തേനെ, പക്ഷേ ഇപ്പം ആ ഷെയ്ഡ് തീർന്നതുകൊണ്ട് എനിക്ക് വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റില്ല. സോ ഐ എം ജസ്റ്റ് ഗോയിങ് ടു ടേക്ക് ദ ഡാർക്കർ ഷെയ്ഡ്. ഞാൻ ഐഷാഡോ ഒക്കെ എടുക്കാൻ പോകുന്നൊരു എടുപ്പ് കണ്ടതൊന്നും ഞാൻ ഭയങ്കര എക്സ്പേർട്ടാണ്. പക്ഷേ ഞാൻ അങ്ങനെ വലിയ എക്സ്പേർട്ടില്ല. ഞാൻ എന്നും അതേ ഷെയ്ഡ് അതേ രീതിയിൽ ഇട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് അതിന് വലിയ ഓവർ കഴിവിൻ്റെ ആവശ്യമില്ലല്ലോ. ഇതൊരു ബ്രൗണിഷ് പിങ്കിഷ് ഒരു ഷെയ്ഡാണ്. ആൻഡ് അതിൻ്റെ മേളിൽ ഇച്ചിരി ഓവറാക്കാൻ വേണ്ടിയിട്ട് ടേക്ക് ദിസ് സ്ലൈറ്റ്ലി പിങ്ക് വൈൻ ഷെയ്ഡ് ആൻഡ് ചെറിയൊരു ലെയർ. കാരണം ഞാൻ കണ്ണ് വരയ്ക്കുന്നില്ല. ഐ എം ജസ്റ്റ് ഗോയിങ് ടു ലെറ്റ് ദി ഐസ് ബി ലൈക്ക് ദിസ് ആൻഡ് ജസ്റ്റ് പുട്ട് സം ബ്ലഷ്. ആൻഡ് ഓൾസോ ഞാൻ റെഡ് ലിപ്സ്റ്റിക് ആണ് ഇടുന്നത്. സോ അതുകൊണ്ട് ഐ ഡോണ്ട് വാണ്ട് ടു ഓവർഡു ദി ഐസ് എനിവേസ്. സോ ഐ ഷാഡോ ഇസ് ഡൺ. ബ്ലഷ് എനിക്ക് പൊതുവേ ക്രീം ബ്ലഷാണ് ഇഷ്ടം. സോ ബ്ലഷ് എനിക്ക് ലാവിഷായിട്ടിടാൻ ഇഷ്ടം. ഐ മീൻ ഇഫ് യു ഫൈൻഡ് ദ റൈറ്റ് ഷെയ്ഡ് ഓഫ് ബ്ലഷ്, നമ്മളത് ലാവിഷായിട്ടിട്ടാലും ഇറ്റ് വിൽ നോട്ട് ലുക്ക് ബാഡ്, ഇറ്റ് വിൽ ജസ്റ്റ് ലുക്ക് നൈസ്. സോ ബ്ലഷ് നന്നായിട്ട് ബ്ലെൻഡ് ഔട്ട് ചെയ്യണം. കാരണം അല്ലെങ്കിൽ ഞാൻ പണ്ട് ഏതോ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടല്ലോ, ലൈക്ക് ചോട്ടാ ഭീമിലെ ചുട്ക്കീനെ പോലെ ഇരിക്കും നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തില്ലെങ്കിൽ. ദ മോർ യു ബ്ലെൻഡ് ഇറ്റ് ഔട്ട് ഇറ്റ് വിൽ റിയലി ലുക്ക് ലൈക്ക് നമ്മൾ വല്ല സുംബയ്ക്കോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു നാച്ചുറൽ ബ്ലഷ് അകത്തുനിന്ന് വരത്തില്ലേ. സോ ഇഫ് യു ബ്ലെൻഡ് ഔട്ട് യുവർ ബ്ലഷ് റിയലി വെൽ, ഇറ്റ് വിൽ റിയലി ലുക്ക് ലൈക്ക് the flushed color is coming from inside. And ഞാൻ blush ഇട്ട് കഴിഞ്ഞിട്ട് I like to kind of wet the beauty blender and just go over it so it's pretty natural. Highlighter and highlighter മാറ്റിയിട്ടില്ല. ഞാൻ പണ്ട് ഉപയോഗിക്കുന്ന അതേ ഹൈലൈറ്ററാണ്. ആ ഡബ്ബ പൊട്ടി ലീക്കായി. അങ്ങനെ ഞാൻ ലണ്ടനിൽ പോയപ്പം പുതിയ കണ്ടെയ്നർ മേടിച്ചു. ഓക്കെ, പിന്നെ ഹൈലൈറ്റർ നമുക്ക് ഇഷ്ടമുള്ള എവിടെ വേണമെങ്കിലും ഒക്കെ അങ്ങ് തേക്കാം. അടുത്തത് ബ്രോൺസർ. ആരും ഇല്ല ഡോറിൽ, ഞാൻ ഇത് തട്ടിയതാണ്. സോ ബ്രോൺസർ ജസ്റ്റ് ഒരു ആക്ച്വലി ഇറ്റ്സ് വെരി എഫക്റ്റീവ്. ഒരു ചീക്ക് ബോൺ അല്ല ജോ ബോൺ എഫക്റ്റ് ഫീൽ ചെയ്യും. ഇതിപ്പോൾ മറ്റേ ക്രീം കോൺട്യോർ സാധനം വെച്ചിട്ടും ഇതിടാം. പക്ഷേ എനിക്ക് ഈ പൗഡർ സാധനം ഇച്ചിരിയും കൂടി നാച്ചുറലായിട്ട് തോന്നാറുണ്ട്. സോ ഒരു ഷാർപ്പ് ജോ ബോൺ ഉള്ള പോലെ തോന്നും. പിന്നെ വേണമെങ്കിൽ നമുക്കിതാ ഈ ലൈനില്ലേ അവിടെ ഉള്ളപ്പം നമ്മുടെ അവിടെയും കുറച്ചിങ്ങനെ കയറിയിരിക്കുന്ന പോലെ തോന്നും. ഓൾ റൈറ്റ്, സോ ദാറ്റ്സ് ഓൾസോ ഡൺ. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ്, ലിപ്സ്റ്റിക്, വിച്ച് ഐ എം എ ബിറ്റ് സ്ട്രെസ്ഡ് അബൌട്ട് ബിക്കോസ് ഐ ഹാവ് ടു ലൈൻ മൈ ലിപ്സ് ആൻഡ് റെഡ് ലിപ്സ് ആണ്. അപ്പം കുളമാക്കി മാറ്റുകയൊക്കെ ചെയ്താൽ ആകെ അലങ്കൂലം. സോ ഐ ഷുഡ് ട്രൈ ടു ഗെറ്റ് ഇറ്റ് റൈറ്റ് ഇൻ ദ ഫസ്റ്റ് ഇത്.
ഞാൻ ഇട്ടിരുന്ന ലിപ് ബാം മാറ്റി. ബിക്കോസ് നമ്മൾ ലിപ് ബാം ഇട്ടുകൊണ്ട് ലിപ്പ് ലൈൻ ചെയ്താൽ ലിപ്പ് ലൈനർ മറ്റേ ഇങ്ങനെ ആയിപ്പോയി, ഇറ്റ് ബിക്കംസ് എ വെരി ബിഗ് മെസ്. സോ ലിപ്സ് അത്യാവശ്യം ഒന്നുമില്ലാതിരിക്കുന്നതാണ് നല്ലത്. ലിപ്പ് ലൈൻ ചെയ്തിട്ട് വേണമെങ്കിൽ ഇഫ് യുവർ ലിപ്സ് ആർ ടു ഡ്രൈ ദെൻ യു ക്യാൻ മേ ബി പുട്ട് സം ലിപ് ബാം, ബട്ട് അതർവൈസ് യാ ഓക്കെ. സോ വാട്ട് ഐ ഹവ് അണ്ടർസ്റ്റുഡ് അബൌട്ട് ലിപ്പ് ലൈനിങ് ഈസ് ഓവർ ലൈൻ ചെയ്യരുത്. നമ്മൾ ഈ നടുക്ക് what I do is I first put a cross പോലെ like okay, so I put this cross in the center and then അവിടെ നിന്ന് ഞാൻ പുറത്തേക്ക് വരയ്ക്കും. പുറത്തേക്ക് വരയ്ക്കുമ്പോഴും ഇതിൻ്റെ മേളിൽ കൂടിയല്ല, ഇതിൻ്റെ അകത്തുകൂടി വരയ്ക്കും. കറക്റ്റായി. ഇനി താഴെ നമ്മളിങ്ങനെ വരച്ചിട്ട് ഈ നടുക്കത്തെ ഏരിയയിൽ ബേസിക്കലി കുറച്ച് വെളിയിൽ വരച്ചാലും കുഴപ്പമില്ല. ബട്ട് ദെൻ ദ മോർ യു ഗോ ടു ദ സൈഡ്, നമ്മളിങ്ങനെ വെളിയിലേ വരച്ചുകൊണ്ട് പോയാൽ ഇറ്റ് ലുക്ക് വെരി വിയേർഡ്. സോ നമ്മൾ ഇവിടെ ഇങ്ങനെ വരച്ചിട്ട് അകത്തോട്ട് പോകുമ്പോൾ ഇറ്റ് ഷുഡ് ഗോ മോർ ഇൻസൈഡ്. ദാറ്റ്സ് വെൻ ഇറ്റ് ലുക്സ് നൈസ് ഫോർ മൈ ലിപ്പ്. ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ്സ് ജനറൽ. ഓക്കെ, സെൻറ്റർ ഏരിയ വരച്ചു. See, I actually drew അകത്തോട്ട് and that's when it looks fine. Okay, so the lip lining is complete and thankfully correct. ഇനി എളുപ്പം ലിപ്സ്റ്റിക് അങ്ങ് അതിൻ്റെ അകത്തിട്ടാൽ മതി. My lips are not too dry because I was having lip balm for a long time, so I'm just going to directly put the lipstick. So lip linerും ലിപ്സ്റ്റിക്കും മേടിക്കുമ്പോൾ കറക്റ്റ് ഷെയ്ഡ് മേടിക്കേണ്ടത് is very important. കാരണം ഇപ്പോൾ as you can see my lip liner and lipstick is just the perfect color. ഒന്നെങ്കിൽ സെയിം കളർ മേടിക്കണം, അല്ലെങ്കിൽ ലിപ്പ് ലൈനർ ഒരു ചെറിയ ടോൺ ഡാർക്കർ ആണെങ്കിലും കുഴപ്പമില്ല. ഇറ്റ് വിൽ ലുക്ക് നൈസ്. നോട്ട് ടു ഡാർക്ക്, ജസ്റ്റ് ടൈനി ബിറ്റ് ഡാർക്കർ. എപ്പോഴും ഇങ്ങനെ ശരിയാവുന്നതല്ല, എന്തോ ഒരു ഭാഗ്യത്തിന് ശരിയായി. സോ വിത്ത് ദാറ്റ് മൈ മേക്കപ്പ് കഴിഞ്ഞു ആൻഡ് ദിസ് ഈസ് മൈ സാരി. സോ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഞാൻ സാരി സ്വന്തമായിട്ട് തന്നെയാണ് ഉടുക്കുന്നത്. ഞാൻ ആരുടെയും നിന്ന് ഹെൽപ്പ് എടുക്കാറില്ല. കാരണം ചിലപ്പോൾ ഉടുത്ത് വരുമ്പോൾ ഇറ്റ് മൈറ്റ് നോട്ട് ബി പെർഫെക്റ്റ്. പക്ഷേ എനിക്ക് ഉടുത്ത് ട്രൈ ചെയ്ത് ലൈക്ക് ഇവൻച്വലി ഐ വോണ്ട് ടു ബിക്കം ലൈക്ക് വെരി പെർഫെക്റ്റ് ഇൻ മൈ ഓൺ സാരി ഡ്രേപ്പിംഗ്. അതുകൊണ്ട് ഞാൻ അമ്മയുടെ അടുത്തൊന്നും ഹെൽപ്പ് ചോദിക്കാതെ സ്വന്തമായിട്ടാണ് സാരി ഉടുക്കുന്നത്. സോ ലെറ്റ് മീ ഗോ ആൻഡ് ഗെറ്റ് ഡ്രസ്ഡ്. That's quite like my final look. എൻ്റെ സാരി ഡ്രീപ്പിംഗ് സ്കിൽസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എനിക്ക് അത്യാവശ്യം നല്ല അഭിപ്രായം തന്നെയാണ്. താഴേക്ക് ഇറങ്ങാൻ പോവാണ്. ഈ സാരി ഞാനിതിന് മുൻപ് ഒരിക്കൽ ഈ സാരി ഇട്ടിട്ട് ഇൻസ്റ്റഗ്രാമിൽ എന്തോ ഫോട്ടോ എന്തോ ഇട്ടപ്പോഴും ഒരുപാട് പേര് ചോദിച്ചു ഇത് എവിടെ നിന്നാണ് മേടിച്ചതെന്ന്. സോ ദിസ്
I know it's a very pretty saree. I love it. I bought it last year from Chennai Moksha nu parayunna oru boutique undu. So I bought from that store. Kandappa then I was like, it's so pretty. Kanam it's quite simple, but it's still very elegant and nice. But avade iniyum ee piece undavo ennu enakku ariyilla because I think it's just one of every piece, but still you could probably try your luck. Moksha. It's a nice boutique. Avade oru nalla sariyum salwar ഒക്കെ ഉണ്ട്. So anyways, that's where I picked it from. So that's about it. I hope you enjoyed watching me get ready. Yeah. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട. Maybe like eat grapes.